ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നവ റായ്പൂരിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിലാണ്. ഈ കാണുന്ന കേട്ടോ നമ്മളെ ഇന്ത്യൻ കോഫി ഹൗസ്. സാധാരണ നമ്മൾ കേരളത്തിൽ കാണുന്ന ആ ബീട്രൂട്ട് കിട്ടുന്ന ഇന്ത്യൻ കോഫി ഹൗസ് അല്ല നിങ്ങളുടെ മനസ്സിൽ വരുന്ന, എന്നാൽ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ കോഫി ഹൗസിലാണ്. ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ കോഫി ഹൗസ് ഇന്ത്യയിലെ വിശേഷം കേരളത്തിലെ പ്രശസ്തമായ കോഫി ഹൗസ് ശൃംഖലയാണ്. തൊഴിലാളികളുടെ കൂട്ടായ്മ വിജയകരമായി നടത്തുന്ന സഹകരണ സംരംഭം എന്ന നിലയിലും ഇത് പ്രശസ്തമാണ്. ഇന്ത്യയിലെ കോഫി ഹൗസുകളുടെ ചരിത്രം കൽക്കട്ടയിൽ നിന്നും തുടങ്ങുന്നു. 1780 കൊൽക്കത്തയിലെ ആദ്യത്തെ കോഫി ഹൗസിന് തുടക്കമായി. രണ്ടാമത്തേത് 1892 മദ്രാശിയിലും മൂന്നാമത്തേത് 1909 ബാംഗ്ലൂരിലുമാണ് സ്ഥാപിതമായത്. 1940 കാപ്പി വ്യവസായത്തെ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുക എന്ന ഉദ്ദേശത്തോടെ ഇന്ത്യ കോഫി മാർക്കറ്റ് എക്സ്പോർഷൻ ബോർഡ് രൂപവൽക്കരിക്കപ്പെട്ടു. ഈ സംവിധാനം 1942 കോഫി ബോർഡ് ആയതോടെ കോഫി ഹൗസുകൾ തുടങ്ങി. സ്വാതന്ത്ര്യം കിട്ടിയതോടെ തൊഴിലാളികൾക്കും ഉപഭോക്താക്കൾക്കും ബോർഡിൽ പ്രാതിനിധ്യം കിട്ടിത്തുടങ്ങി. ആ ദശകത്തിൽ ഏതാണ്ടെല്ലോ പ്രധാന പട്ടണങ്ങളിലും കോഫി ഹൗസുകൾ നിലവിൽ വന്നു. എന്നാൽ 1957 കോഫി ബോർഡ് കോഫി ഹൗസുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. അന്ന് ആകെ ഉണ്ടായിരുന്ന 43 കോഫി ഹൗസുകളിൽ ജോലി ചെയ്തിരുന്ന 1000-ഓളം തൊഴിലാളികളെ 1958 പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഇതിനെ എതിർത്ത AK ഗോപാലൻ AKG മിക്ക സംസ്ഥാനങ്ങളിലും ഇന്ത്യൻ കോഫി ബോർഡ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപവൽക്കരിച്ചു. ആദ്യ സംഘം ബാംഗ്ലൂരിൽ നിലവിൽ വന്നു. 1958 തൃശ്ശൂരിൽ കേരളത്തിലെ ആദ്യത്തെ കോഫി ഹൗസ് നിലവിൽ വന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന AK ഗോപാലൻ 1958 തൃശ്ശൂരിൽ രൂപം നൽകിയ ഇന്ത്യൻ കോഫി ഹൗസ് വർക്കേഴ്സ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ഫെഡറേഷൻ എന്ന തൊഴിലാളി സഹകരണ സംഘമാണ് ഇന്ത്യൻ കോഫി ഹൗസ് ശൃംഖല നടത്തുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 50-ലേറെ ഇന്ത്യൻ കോഫി ഹൗസുകളുണ്ട്. കൂടാതെ കൊൽക്കത്ത തുടങ്ങിയ ഇന്ത്യയിലെ വൻ നഗരങ്ങളിലും ഇവർ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂരിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന അഡ്വക്കേറ്റ് TK കൃഷ്ണനായിരുന്നു സംഘം പ്രസിഡന്റ്. ഇന്ത്യൻ കോഫി ബോർഡ് ലേബർ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി NS പരമേശ്വരൻ പിള്ള സെക്രട്ടറിയും. കോഫി ഹൗസിൻ്റെ കഥ എന്ന പേരിൽ സ്ഥാപക സെക്രട്ടറി പരമേശ്വരൻ പിള്ള കോഫി ഹൗസിൻ്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്. കറൻറ്റ് ബുക്സ് തൃശ്ശൂർ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം മികച്ച ജീവിതചരിത്രത്തിനുള്ള 2007 അബുദാബി ശക്തി അവാർഡ് നേടിയിരുന്നു. തൊഴിലാളി സമരങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും അടച്ചുപൂട്ടലുകൾക്കും പേരുകേട്ട കേരളത്തിൽ തൊഴിലാളികളെ നേരിട്ട് നടത്തുന്ന വിജയകരമായ സംരംഭം എന്ന പ്രത്യേകതയും ഇന്ത്യൻ കോഫി ഹൗസിനുണ്ട്. 50-ലേറെ വർഷങ്ങളായിട്ടും ഈ കാപ്പി കേരളത്തിൽ ജനപ്രിയ ബ്രാൻഡായി നിലനിൽക്കുന്നു. നമ്മളങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. നമ്മൾ ഓതൻറ്റിക് മസാല ദോശേൻ്റെ മണം ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ കാണുന്ന കേട്ടോ നമ്മളിത് അവിടെ ഇങ്ങനെ കയറിയിട്ടാ AC സെറ്റപ്പൊക്കെ ആണ് കേട്ടോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഡൈനിങ്. പിന്നെ ഇവരുടെ മെനു ഇതാ നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ. ഇത് കാണുമ്പോൾ ഒരു അഭിമാനമല്ല നമ്മളെ നാട്ടിലത്തെ സംഭവം. നിങ്ങൾക്ക് അറിയാലോ ഇവിടെ മെയിനായിട്ട് വന്ന് കഴിക്കേണ്ട നമ്മളെ മസാല ദോശയും കട്ട്ലറ്റും തന്നെയാണ്. അല്ലാതെയുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. കണ്ടോ നല്ല വൃത്തിയുണ്ട് കേട്ടോ. നമ്മളെ ബത്തേരിയിൽ പോയ അന്ന് ഇന്ത്യൻ കോഫി ഹൗസ് ബത്തേരിയിൽ പോയ സെയിം പോലെ തന്നെയാണ്. ഇവിടെ അളിയൻ്റെ ചേച്ചീൻ്റെ കൂടെ വന്നത്. അവർക്ക് ക്യാമറയിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പിന്നെ അതാ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാൽ നാട്ടിലൊക്കെ കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും, പക്ഷെ എന്നാലും നല്ല ഫുഡ് കേട്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് കഴിച്ചിട്ട് പിന്നെ ബാക്കി പറയാം. ഇവിടെ ഈ മെനു നോക്കിയാൽ മനസ്സിലാവും നമ്മളെ നാട്ടിലത്തെ പോലെ മാത്രമല്ല കണ്ടോ. ഇതേപോലെ ഇപ്പോൾ ഗോപിയാണെങ്കിൽ ഗോബീൻ്റെ വെറൈറ്റി സാധനങ്ങൾ കാണാം. അതുപോലെ തന്നെ എന്താ പറയുക, ഈ നാട്ടിൽ കിട്ടാത്ത പലതരം റൈത്ത, അതുപോലെ തന്നെ മുട്ടക്കറി ആണെങ്കിൽ മുട്ടക്കറിന് തന്നെ ധാരാളം ഉണ്ടോ. എഗ് ബുർജി ഇങ്ങനെയുള്ള ധാരാളം വെറൈറ്റി സാധനങ്ങൾ ഇവിടെ കാണാം. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറയും. ഇവർക്ക് തന്നെ 5-6 യൂണിറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ. ഇവിടെ കട്ട്ലറ്റ് വന്നോട്ടാ നല്ല സ്ക്വയർ. അതെന്താണ് ഇത് നമ്മളെ നാഗ്പൂരിലെ ഡയമണ്ട് ക്രോസിങ് പോലെ തന്നെ ഉണ്ട് കേട്ടോ കാണാൻ. നമ്മളെ അവിടുത്തെ പോലെ സർക്കിളല്ല. പിന്നെ സോസിൽ ബീട്രൂട്ട് ഇല്ല കേട്ടോ. ബീട്രൂട്ട് മാത്രമല്ല ബീട്രൂട്ടിൻ്റെ സോസും ഇല്ല. ബീട്രൂട്ട് ഇല്ലാത്ത ഇന്ത്യൻ കോഫി ഹൗസ് കേട്ടോ നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന. ഇതിലൊന്നിലും ബീട്രൂട്ട് ഇല്ല എന്തായാലേ. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല കേട്ടോ. ഇതിലാണ് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ കാപ്പിൻ്റെ ഗ്ലാസ് വന്നിട്ടാ ഇത് കുറച്ച് ചെറുതാണ് നമ്മളെ നാട്ടിൽ കാപ്പി വെച്ച് കമ്പയർ ചെയ്യുമ്പം. പക്ഷെ അതേപോലെ ആൾക്കാരും വരുന്നുള്ളൂ. ദോശ എത്തിട്ടോ ബീട്രൂട്ട് ഇല്ലാത്ത മസാല ദോശ. പിന്നെ നല്ല സാമ്പാറൊക്കെ മുക്കി. സാമ്പാർ കിടലാണ് നാട്ടിൽ അതേപോലെ ഉണ്ട്. നമുക്ക് ചട്നി ട്രൈ ചെയ്തോ. നമ്മളങ്ങ് മസാല എടുത്ത് ചട്നിയിൽ മുക്കി അങ്ങ് തട്ടാൻ പോകും. ചട്നിയിൽ ഇഞ്ചിൻ്റെ അംശം കുറച്ച് കൂടുതൽ തോന്നി. നാട്ടിലൊക്കെ കുറച്ചും കൂടി ഡിഫറെൻറ്റാണ്. നമ്മളൊരു ഉഴുന്നോടയും കൂടെ വാങ്ങിച്ചിട്ടോ. ക്രിസ്പിയാണ്. ഉഴുന്നോടേനെ കുറിച്ച് പറയുമ്പോൾ
അപ്പോൾ ഓവറോൾ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 10ൽ ഞാൻ എന്തായാലും ഒരു 8 സ്റ്റാർ റേറ്റിംഗ് തരും കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നാട്ടിലെ ബീട്രൂട്ട് ഇട്ട മസാല ദോശയും കട്ട്ലറ്റിൻ്റെ ടേസ്റ്റൊന്നും ഇവിടെ കിട്ടിയില്ല. പിന്നെ ഇവർ ഉപയോഗിക്കുന്ന എണ്ണയാണെങ്കിലും നമ്മുടെ നാട്ടിലെ കോക്കനട്ട് ഓയിലൊന്നും അല്ലല്ലോ. എന്നാലും ഓവറോൾ വൃത്തിയും കാര്യങ്ങളും അവിടെയുള്ള ബാക്കി റെസ്റ്റോറൻറ്റ്സ് വെച്ച് നോക്കുമ്പം ടോപ്പ് ക്ലാസ് സ്റ്റാൻഡേർഡാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു സംഭവം കൂടിയല്ലേ നമ്മളിതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഇതേപോലെ ഇവർക്ക് 4-5 സെൻറ്റർ ഇന്ത്യൻ കോഫി ഹൗസിന് റായ്പൂർ മാത്രമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പ്രദേശത്തേക്കൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പം ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ ഇതിന് അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഭക്ഷണം കഴിക്കുക, ഇവിടെ സ്റ്റേ ഒക്കെ ചെയ്യാൻ നോക്കുക, നമ്മുടെ തന്നെ ആൾക്കാരെയൊക്കെ സഹായിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യാൻ കേട്ടോ. അതിനുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. പിന്നെ ഓവറോൾ അവിടുത്തെ മാനേജ്മെൻറ്റ് ഫുള്ള് മലയാളികൾ തന്നെയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.